ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നേരത്തെ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ള മധ്യനിര താരമാണ് ഫ്രെഡ്. നമുക്കറിയാം, ഇതുവരെ തുർക്കിഷ് ക്ലബ്ബായ ഫെനർബാഷയ്ക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. അദ്ദേഹം ഇപ്പോൾ ബ്രസീലിയൻ ലീഗിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. അത്ലറ്റിക്കോ മിനേറോയാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. 2 മില്യൺ യൂറോ നൽകിക്കൊണ്ടാണ് ഈ മിഡ്ഫീൽഡറെ അത്ലറ്റിക്കോ മിനേറോ സ്വന്തമാക്കിയിട്ടുള്ളത്. 2030 വരെയുള്ള ഒരു കോൺട്രാക്റ്റിലാണ് ഫ്രെഡ് ഒപ്പുവെച്ചിട്ടുള്ളത്. അതായത് ഇനി മുതൽ ബ്രസീലിയൻ ലീഗിൽ നമുക്ക് ഫ്രെഡിനെ കാണാൻ കഴിയും എന്നുള്ളതാണ്. 33 വയസ്സുള്ള ഈ താരം ഫെനർബാഷയ്ക്ക് വേണ്ടി നടത്തിയ പ്രകടനത്തിൻ്റെ കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 129 മത്സരങ്ങളാണ് അദ്ദേഹം തുർക്കി ക്ലബിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. അതിൽ 98 മത്സരങ്ങളിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. 12 ഗോളുകളും 19 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കി. അഥവാ 31 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 150 കീ പാസുകൾ, 61% ലോങ് പാസ് അക്യുറസി, 533 ഡുവലുകൾ വോൺ ചെയ്തു, 226 ടാക്കിളുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 199 ഫൗളുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സോഫ സ്കോറിൻ്റെ ഒരു റേറ്റിംഗ് 7.18 ആണ്. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫെനർബാഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രകടനം വരുന്നത്. നല്ല പ്രകടനം അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ്. ഏതായാലും അത്ലറ്റിക്കോ മിനേറോയുടെ ജേഴ്സിയിൽ അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയും. ഇനി ഗബ്രിയൽ ജീസസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തുർക്കിയിൽ നിന്നും 2 ഓഫറുകൾ അദ്ദേഹത്തിന് വന്നിരുന്നു. ആ 2 ഓഫറുകളും ഗബ്രിയൽ ജീസസ് ഇപ്പോൾ നിരസിച്ചിട്ടുണ്ട്. അതായത് തുർക്കിയിലേക്ക് പോവാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. നാപ്പോളി ഇപ്പോഴും അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ശ്രമങ്ങൾ തുടരുകയാണ്. കൂടാതെ മറ്റു 2 യൂറോപ്യൻ ക്ലബ്ബുകൾ കൂടി ഇദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാണ് നിക്കോ ഷിറ എന്ന മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ 2 യൂറോപ്യൻ ക്ലബ്ബുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് 15 മില്യൺ യൂറോ എങ്കിലും ഈ താരത്തിന് വേണ്ടി ലഭിക്കണം എന്ന ഒരു നിലപാട് കൂടി ഗണ്ണേഴ്സ് എടുത്തിട്ടുണ്ട് എന്നുകൂടി അറിയാൻ സാധിക്കുന്നു. ഏതായാലും കഴിഞ്ഞ സീസണിലെ ഈ താരത്തിൻ്റെ ഗബ്രിയൽ ജീസസിൻ്റെ പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കാം. 27 മത്സരങ്ങളാണ് കഴിഞ്ഞ സീസണിൽ ആഴ്സണലിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതിൽ 9 മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 6 ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം നേടി. 141 മിൻസ് പെർ ഗോൾ ഇൻവോൾവ്മെൻറ്റ് വരുന്നു. അതുപോലെ തന്നെ 4.65 ആണ് XG വരുന്നത്. ആകെ 39 ഷോട്ടുകൾ അദ്ദേഹം ഉതിർത്തിട്ടുണ്ട്. ടാർഗറ്റിലേക്ക് 21 ഷോട്ടുകൾ ഉതിർത്തു. 55 ഡുവലുകൾ വോൺ ചെയ്തു. സോഫ സ്കോറിൻ്റെ റേറ്റിംഗ് 6.61 ആണ്. ഒരു ശരാശരി പ്രകടനം മാത്രമാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഒരുപാട് കാലം പരിക്കിൻ്റെ പിടിയിലായിരുന്നു ജീസസ്. ഏതായാലും പരിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി ഇപ്പോൾ അദ്ദേഹം ഓക്കെ ആയിട്ടുണ്ട്. ഒരു പുതിയ ക്ലബിനെ അദ്ദേഹത്തിന് ഇപ്പോൾ ആവശ്യമായി വരികയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.